ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാനൊരു സൺഡേ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സൺഡേ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മെയിനായിട്ടും ക്ലീനിങ്ങും കുക്കിങ്ങും ഉള്ളൊരു ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ ശേഷം പാലൊക്കെ തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയാണ് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. ആ സമയത്ത് ഇതാ ഞാൻ നോക്കുമ്പോൾ അമ്മ വാഷിംഗ് മെഷീൻ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ദാ നെക്സ്റ്റ് പണിയിലേക്ക് കടന്നു കേട്ടോ. അമ്മ ഉച്ചത്തേക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനിലാണ്. ആ സമയത്ത് ഞാൻ ദാ കുറേ പാത്രങ്ങളൊക്കെ കഴുകി അതിൻ്റെ സ്റ്റാൻഡൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ പണി നോക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ കുക്കിംഗ് അമ്മ ചെയ്തോളാന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഫ്രീ ആയിട്ടോ. അങ്ങനെ ഞാനും അനിയനും കൂടിയിട്ട് കുറച്ച് നേരം ക്യാരം ബോർഡ് കളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത ശേഷം ഞാൻ പിന്നെയും അടുക്കളയിൽ എത്തിയിട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് റൈസും കോളിഫ്ലവറും ആണ് കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിൽ അണുക്കളും അതുപോലെ തന്നെ വിഷമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇനി റൈസിലേക്കുള്ള കുറച്ച് ഐറ്റംസ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാഷ്യൂ നട്ടും മുന്തിരിയും ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി റൈസ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആവശ്യമായ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ നെയ്യും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിനകത്തേക്ക് പട്ട ഗ്രാമ്പൂ എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിലേക്ക് പിന്നീട് ആഡ് ചെയ്യുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ബീൻസ്, പട്ടാണി, സവാള എന്നിവയൊക്കെയാണ്. അത് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കാം. ശേഷം ഇനി മൂടി വെച്ച് വേവിക്കുന്നതാണ്. അപ്പോൾ വെജിറ്റബിൾസ് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അമ്മ എളുപ്പത്തിന് വേണ്ടിയിട്ട് റൈസ് നേരത്തെ തന്നെ വേവിച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യാറ്. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീര് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി പാകത്തിന് വേവായി കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, കാഷ്യൂ നട്ട്, മുന്തിരി എന്നിവ ടോപ്പിംഗ്സ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്കുള്ള നമ്മൾ കോളിഫ്ലവർ ഫ്രൈ കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഫുഡൊക്കെ അടിച്ച് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അമ്മ വീട്ടിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ചെന്ന് കയറിയതേ നല്ല മണം വരുന്നുണ്ടായിരുന്നേ. നോക്കുമ്പോൾ കാപ്പി പൂത്തതിൻ്റെ മണമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നമ്മൾ ചായയൊക്കെ കുടിച്ച് വീട്ടിലോട്ട് തിരിച്ചു പോകുന്നത് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ നല്ല മാങ്ങാപ്പഴം കൊണ്ട് വന്നത്. അങ്ങനെ നൈറ്റ് ദോശയും കഴിച്ച് ഞാൻ കിടന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.